സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് പറയുന്നത് ജിം കോർബറ്റിൻ്റെ ഒരു കഥയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ജിം കോർബറ്റിൻ്റെ ഒരു കഥ നമ്മൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുന്നേയും നമ്മൾ കുറച്ച് കഥകൾ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ മുകളിൽ ഐക്കണിൽ കൊടുത്തേക്കാം. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും നിങ്ങൾ മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ജിം കോർബറ്റ് തൻ്റെ ശീതകാല വസതിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കാലാദുംഗിക്ക് സമീപമുള്ള ചോട്ടാ ഹിൽദ്വാനയിൽ നിന്നും ഏകദേശം 9 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു തുറന്ന പ്രദേശമുണ്ട്. ഏകദേശം 100 വാര നീളവും 200 വാര വീതിയും ആ പ്രദേശത്തിനുണ്ട്. ഈ തുറന്ന പ്രദേശത്ത് മരങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ഇതിനു ചുറ്റും കട്ടിയേറിയ വള്ളികളും കൊടിയ കാടുമാണുള്ളത്. അങ്ങനെയുള്ള നിബിഡമായ ആ വനത്തിൽ വിശാലമായി കിടക്കുന്ന ഒരു പുൽമൈതാനിയുണ്ട്. ഈ വനത്തിൻ്റെ ഭംഗി വർണ്ണനാതീതമാണ്. അതിമനോഹരമായ ഒരു വനം തന്നെയാണത്. അങ്ങനെയുള്ള ആ വനത്തിൻ്റെ നടുവിലെ ആ പുൽമൈതാനിയിൽ വെച്ചാണ് ആദ്യമായി ജിം കോർബറ്റ് അവനെ കാണുന്നത്. അവൻ ആരാണെന്നല്ലേ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന കഥയിലെ വില്ലനായിട്ടുള്ള ആ കടുവ. നരഭോജിയായി തീർന്ന ആ കടുവയെ അവിടെ വെച്ചാണ് ജിം കോർബറ്റ് ആദ്യമായി കാണുന്നത്. അന്ന് അവിടുത്തെ ആളുകൾ അവനെ വിളിച്ചിരുന്നത് ഇങ്ങനെയാണ്: പവൽഗഡിലെ അവിവാഹിതൻ, അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് പവൽഗഡ് എന്നായിരുന്നു അവനെ അവിടുത്തെ ആളുകൾ വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ കടുവ പ്രസിദ്ധനുമായിരുന്നു. യുണൈറ്റഡ് പ്രൊവിൻസി മുഴുവൻ ഈ കടുവയെപ്പറ്റി കേൾക്കാത്ത ആരും തന്നെ ഉണ്ടായിരുന്നില്ല. 1920-നും 1930-നും ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ ട്രോഫിക്ക് വേണ്ടി വേട്ടയാടുന്ന ഓരോ വേട്ടക്കാരനും ഈ കടുവയെ വേട്ടയാടി കൊല്ലുവാൻ അതിയായി ആഗ്രഹിച്ചു. അവനെ കൊന്നതിന് ശേഷം അവൻ്റെ ശരീരത്തിലെ തൊലി വലിച്ചുരിഞ്ഞെടുത്ത് അവരുടെ ബംഗ്ലാവിലെ സ്വീകരണ മുറികളിൽ അലങ്കരിക്കുവാൻ അവർ കൊതിച്ചു. നമുക്ക് ജിം കോർബറ്റിലേക്ക് തിരികെ പോകാം. അദ്ദേഹം എങ്ങനെയാണ് ആ കടുവയെ കണ്ടതെന്ന് പറയുന്നത് നോക്കാം. ശൈത്യകാലമായിരുന്നു. സൂര്യൻ ഉദിച്ചുയരാൻ തുടങ്ങിയതേയുള്ളൂ. ജിം കോർബറ്റ് ഒരു കുന്നിൻ മുകളിലേക്ക് കയറി നിന്നു. അവിടെ നിന്നാൽ ആ തുറന്ന പ്രദേശം മുഴുവൻ അദ്ദേഹത്തിന് ദൃശ്യമാകുമായിരുന്നു. അങ്ങ് ദൂരെ കൂടി ഒരു അരുവി ഒഴുകിപ്പോകുന്നത് അദ്ദേഹത്തിന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് നടന്നു തുടങ്ങി. അപ്പോൾ ചുറ്റും കാട്ടുകോഴികളുടെ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുല്ലിൻ്റെ മുകളിലൂടെയാണ്. പച്ച വിരിച്ചു കിടക്കുന്ന പുൽമൈതാനിയിൽ ആ പുല്ലുകളുടെ ഇലകളിലും മറ്റും മഞ്ഞുതുള്ളികൾ പറ്റിയിരിക്കുന്നു. അതിലേക്ക് സൂര്യപ്രകാശം വന്ന് തട്ടുമ്പോൾ അത് പല നിറത്തിലായി തിളങ്ങുന്നത് അദ്ദേഹം കണ്ടു. അതിമനോഹരമായ കാഴ്ചയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒരു വജ്രക്കല്ലിലേക്ക് പ്രകാശം വന്ന് പതിക്കുമ്പോൾ അതെങ്ങനെയാണോ തിളങ്ങുന്നത്, അതുപോലെയാണ് പുല്ലുകളുടെ ഇലകളിലും മറ്റും ആ വെള്ളത്തുള്ളികളിരുന്ന് തിളങ്ങിക്കൊണ്ടിരുന്നത്. വിശാലമായി കിടക്കുന്ന ആ പുൽമൈതാനിയിൽ 50-ൽ പരം പുള്ളിമാനുകൾ നിന്നു മേയുന്നത് അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. അവയുടെ അരികിലേക്ക് പോകുവാൻ അദ്ദേഹം തയ്യാറായില്ല. അവരെ അസ്വസ്ഥതപ്പെടുത്തുവാൻ അദ്ദേഹം തുനിഞ്ഞില്ല. ആ പുൽമൈതാനിക്ക് സമീപം വീണ് കിടക്കുന്ന ഒരു മരത്തിൻ്റെ തടിയിലേക്ക് അദ്ദേഹം ചാരി നിന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന ഒരു പൈപ്പ് എടുക്കുകയും ആ തണുത്ത പ്രഭാതത്തെ ഒന്ന് ചൂട് പിടിപ്പിക്കുവാൻ അദ്ദേഹം അതൊന്ന് കത്തിച്ച് വലിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പൈപ്പ് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് മേയുന്ന പുള്ളിമാനുകളെ നോക്കി ആ കാഴ്ച കണ്ട് രസിച്ചു നിൽക്കുന്ന സമയമാണ്. അവയുടെ കൂട്ടത്തിൽ നിന്നും ഒരു പെൺ പുള്ളിമാൻ കോർബറ്റിന് നേരെ തലയുയർത്തി നോക്കുകയും ഒരു അലാറം വിളി മുഴക്കുകയും ചെയ്തത്. പുള്ളിമാനുകളും കേഴമാനുകളും മറ്റു മൃഗങ്ങളും അലാറം വിളികൾ മുഴക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? വനത്തിൽ നിന്നും മാംസഭോജികളായ ഏതെങ്കിലും മൃഗം അവിടേക്ക് കടന്നു വരുമ്പോഴാണ്. ഈ വിവരം അവർക്കൊപ്പമുള്ള മൃഗങ്ങളെയും മറ്റു മൃഗങ്ങളെയും അറിയിക്കുവാൻ വേണ്ടിയാണ്
ഇങ്ങനെ അലാറം വിളികൾ അത് മുഴക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ജിം കോർബറ്റിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ആ പുള്ളിമാൻ നോക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കി. വ്യക്തമായി തന്നെ ആ കാഴ്ച അദ്ദേഹത്തിന് കാണുവാനും സാധിച്ചു. ആ പുൽമേടിൻ്റെ സമീപത്തുള്ള ആ നിബിഡമായ വനത്തിൽ നിന്നും ആ വിശാലമായി കിടക്കുന്ന പുൽമൈതാനിയിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, പവൽഗഡിലെ അവിവാഹിതൻ എന്ന് വിളിക്കപ്പെടുന്ന കടുവ തന്നെയായിരുന്നു അത്. പുൽമൈതാനിയിലേക്ക് പ്രവേശിക്കുന്നതിനും തൊട്ടു മുൻപായി അവൻ അവിടെ കുറച്ചു സമയം നിൽക്കുകയും ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. പിന്നെ ഒട്ടും തിടുക്കമില്ലാതെ ആ പുൽമേട്ടിലൂടെ അവൻ നടന്നു. ശൈത്യകാലത്തെ സ്വർണ്ണ നിറമുള്ള ആ പ്രകാശമുണ്ടല്ലോ, മനോഹരമായ സൂര്യൻ്റെ പ്രകാശം ആ കടുവയുടെ മനോഹരമായ രോമങ്ങളിൽ തട്ടി തിളങ്ങി. വർണ്ണനകൾക്ക് അതീതമാണ് ആ കാഴ്ച. അവൻ ഒരു മഹാരാജാവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും പിന്നീട് നേരെ നടന്നു നീങ്ങുകയും ചെയ്തു. മാനുകൾ അവനു വേണ്ടി വഴിമാറി. അതിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ അവൻ നേരെ തന്നെ നടന്നു നീങ്ങി. അവനിപ്പോൾ ലക്ഷ്യമാക്കി പോകുന്നത് അതുവഴി നമ്മൾ മുന്നേ പറഞ്ഞ ഒഴുകുന്ന ചെറിയൊരു അരുവിയുണ്ടല്ലോ, അതിൻ്റെ അരികിലേക്കാണ്. അരുവിയുടെ അരികിലേക്ക് എത്തിയതും അവൻ അരുവിയിൽ നിന്നും അവൻ്റെ ദാഹം തീരുവോളം അവൻ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് അരുവി ചാടിക്കടന്ന് അടുത്തുള്ള നിബിഡമായ വനത്തിലേക്ക് കടന്നുപോയി. അവൻ കാട്ടിലേക്ക് പോയ ശേഷമാണ് കാട്ടുകോഴികൾ 3 തവണ ശബ്ദമുണ്ടാക്കിയത്. അത് കേട്ടപ്പോൾ ജിം കോർബറ്റിന് തോന്നിയത് രാജാവിന് സലാം കൊടുക്കുന്നത് പോലെയാണ്. ആ കടുവ ഇന്ന് പതിവിലും വിപരീതമായി ഏറെ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. അവൻ താവളമാക്കിയിരിക്കുന്നത് അങ്ങകലെയുള്ള ഒരു മലയിടുക്കിലാണ്. അവിടെ നിന്നും ഈ സ്ഥലത്തേക്ക്, അതായത് ഈ അരുവിയുടെ അരികിലേക്ക് വരുവാൻ അവൻ 6 മൈലോളം സഞ്ചരിക്കേണ്ടതുണ്ട്. ബാച്ചിലർ അവനായി താമസിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം വളരെ അനുയോജ്യമായ സ്ഥലമായിരുന്നു. കാരണം ഇപ്പോൾ ഈ വനത്തിൽ ആനകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കടുവകളെ സംബന്ധിച്ചിടത്തോളം ഇതവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ ഇപ്പോൾ ആ കടുവ തിരഞ്ഞെടുത്തിരിക്കുന്ന അവൻ വസിക്കുന്ന ആ സ്ഥലം, അതായത് ആ മലയിടുക്കിന് ഏകദേശം 1/2 മൈലോളം നീളമുണ്ട്. അതുപോലെ അതിൻ്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന മലകൾക്ക് 1000 അടി ഉയരവും. അങ്ങനെയുള്ള മലയുടെ മുകളിൽ നിന്നും ഒരു വെള്ളച്ചാട്ടം താഴേക്ക് എത്തുന്നുമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ആ കടുവ സുരക്ഷിതമായി താമസിക്കുന്നത്. സുരക്ഷിതമായി താമസിക്കുന്നതെന്ന് പറയുവാൻ കാരണമുണ്ട്. ട്രോഫിക്ക് വേണ്ടി അവനെ വേട്ടയാടുന്ന വേട്ടക്കാർ പലരും അവനെ അന്വേഷിച്ച് കാടുകളിലൂടെ അലഞ്ഞു നടന്നിട്ടുണ്ട്, അവരുടെ ജീപ്പുകളിലും മറ്റും. എങ്ങനെ പോയാലും ഈ മലയിടുക്കിൻ്റെ അരികിലേക്ക് അവരുടെ വാഹനത്തിൽ ഒരിക്കലും അവർക്ക് എത്തുവാൻ സാധിക്കില്ല. അത്രയും കഠിനമായ പാതയിലൂടെ വേണം സഞ്ചരിച്ചെത്തുവാൻ. കാൽനടയായി മാത്രമേ ഇവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ കടുവ അവൻ്റെ ഈ വീട്ടിൽ തികച്ചും സുരക്ഷിതനാണ്. അവിടെ താമസിക്കുന്നത് കൊണ്ട് മാത്രമല്ല ആ കടുവ ഇത്രയും സുരക്ഷിതനാണെന്ന് പറയുന്നത്. സർക്കാരിൻ്റെ നിയമമനുസരിച്ച് രാത്രികാലങ്ങളിൽ വെടിവെക്കുവാനോ വേട്ടയാടുവാനോ ആർക്കും അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ വേട്ടക്കാരും ഭ്രാന്തമായി കുതിക്കുന്ന അവൻ്റെ തോല് അപ്പോഴും ബാച്ചിൽ ഓഫ് പവൽഗാഡിൻ്റെ കയ്യിൽ തന്നെ സുരക്ഷിതമായിരുന്നത്. ആർക്കും അത് അവനിൽ നിന്നും തട്ടിയെടുക്കുവാനോ അവനെ കൊല്ലുവാനോ കഴിഞ്ഞില്ല. കാരണം അവൻ പകൽ സമയങ്ങളിൽ സുരക്ഷിതമായ ഒളിത്താവളത്തിൽ കഴിയുകയും രാത്രി മാത്രം വേട്ടയാടുകയും ചെയ്യുന്നു. രാത്രിയിൽ അവനെ വേട്ടയാടാൻ നിയമം അനുവദിക്കുന്നതുമില്ല. എങ്കിലും നിരവധി പേർ അവനെ കൊല്ലുവാൻ വേണ്ടി പല കാലങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ വെടിയുണ്ട പോലും അവൻ്റെ ശരീരത്തിൽ തറച്ചു കയറ്റുവാൻ അന്നേ സമയങ്ങളിൽ ആർക്കും സാധിച്ചില്ല. അങ്ങനെയാണെങ്കിലും 1-2 തവണ തലനാഴിയുടെ വ്യത്യാസത്തിൽ അവൻ രക്ഷപ്പെട്ടു പോയ കഥകളുമുണ്ട്. എങ്ങനെയാണ് ആ 2 സന്ദർഭങ്ങളിലും അവൻ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു തവണ ഫ്രെഡ് ആൻഡേഴ്സൺ എന്ന വേട്ടക്കാരൻ അവനെ പിടിക്കുവാൻ വേണ്ടി ഒരു തന്ത്രം തയ്യാറാക്കി. അതായത് ഒരു ബീറ്റ് സംഘത്തെ ഏർപ്പാടാക്കി. ബീറ്റ് സംഘം എന്ന് പറഞ്ഞാൽ കാടടിച്ച് ശബ്ദമുണ്ടാക്കി കടുവയെ തുരത്തി ഓടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ തുരത്തി ഓടിപ്പിച്ചു വരുന്ന കടുവ വരാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു മച്ചാൻ കെട്ടി അവിടെ ഇരിക്കും. കടുവ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിയെത്തുമ്പോൾ നിറയൊഴിച്ച് തീർക്കും. അതായിരുന്നു ഫ്രെഡ് ആൻഡേഴ്സന്റെ പദ്ധതി പ്രകാരം എല്ലാ സംഭവങ്ങളും എല്ലാം ഒരുക്കി ബീറ്റർ സംഘത്തെ വനത്തിലേക്ക് അയച്ച് അദ്ദേഹം മച്ചാനിൽ അദ്ദേഹത്തിൻ്റെ സഹായിക്കൊപ്പം അവിടെ അങ്ങനെ കാത്തിരുന്നു. കാടടിച്ച് ശബ്ദമുണ്ടാക്കി കടുവയെ തുരത്തി ഓടിച്ചു. അവരുടെ പദ്ധതി പ്രകാരം തന്നെ ഫ്രെഡ് ആൻഡേഴ്സൺ ഇരിക്കുന്ന മരത്തിൻ്റെ അരികിലേക്ക് തന്നെയായിരുന്നു ആ കടുവ ഓടി വന്നതും. അങ്ങ് ദൂരെ നിന്ന് തന്നെ ആ കടുവയ്ക്ക് നേരെ
ഫ്രെഡ് ആൻഡേഴ്സൺ തൻ്റെ തോക്ക് ചൂണ്ടി അങ്ങനെ നിന്നു. ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രം കാഞ്ചിയിന്മേൽ വിരലമർത്തുവാൻ. ആ സമയത്താണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായി ഒരബദ്ധം കാണിച്ചത്. അദ്ദേഹം മച്ചാനിൽ നിന്നും താഴേക്ക് തെന്നി വീഴാൻ പോയപ്പോൾ മച്ചാനിൽ ഉണ്ടായിരുന്ന ഒരു കയറിൽ കയറി പിടിച്ചു. അദ്ദേഹം കയറിൽ കയറി പിടിച്ചതും മച്ചാൻ്റെ ബാലൻസ് തെറ്റി ഒന്നാടി ഉലഞ്ഞു. ആ ആടി ഉലക്കത്തിൽ കടുവയ്ക്ക് നേരെ ചൂണ്ടിയിരുന്ന ആ റൈഫിളിൻ്റെ കുഴിലുണ്ടല്ലോ, അതിൻ്റെ സ്ഥാനം മാറി. അപ്പോൾ തന്നെ ഫ്രെഡ് ആൻഡേഴ്സൻ്റെ കൈ കാഞ്ചിയിന്മേൽ അമരുകയും ചെയ്തു. ലക്ഷ്യസ്ഥാനം തെറ്റിച്ചുകൊണ്ട് ആ വെടിയുണ്ട കടന്നുപോയി. അതോടെ തന്നെ ആ കടുവയും അവിടുന്ന് ദൂരേക്ക് ഓടിയകന്നു. അങ്ങനെയാണ് ഒരു സംഭവത്തിൽ ആ കടുവ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. രണ്ടാമത്തത് ഇങ്ങനെയാണ്. വിഷ് ഏഡി എന്ന വേട്ടക്കാരൻ, അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു ബീറ്റർ സംഘത്തെ സംഘടിപ്പിച്ചു. കടുവയെ കാട്ടിൽ നിന്നും തുരത്തി ഓടിക്കുവാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ബീറ്റർ സംഘം കാട്ടിലേക്ക് പോയ സമയത്ത് തന്നെയാണ് വനത്തിൽ നിന്നും ആ കടുവ എത്തിയത്. വിഷ് വീഡി ഒരിക്കലും ഒരു വേട്ടയ്ക്കപ്പോൾ തയ്യാറായിരുന്നില്ല. അദ്ദേഹം മച്ചാനിൽ ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈപ്പും അത് കത്തിച്ച് വലിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. തോക്ക് മച്ചാനിൽ ചാരി വെച്ചിരിക്കുകയാണ്. ഈ സമയം കടുവ അവിടേക്ക് എത്തി. അദ്ദേഹത്തിന് ആ സമയം ഒന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. അദ്ദേഹം റൈഫിൾ കയ്യിലെടുത്തപ്പോൾ തന്നെ ആ കടുവ അവിടെ നിന്നും അപ്രത്യക്ഷമാക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ രണ്ട് സംഭവങ്ങളിലാണ് ആ കടുവയെ നേരിട്ട് വേട്ടക്കാർ കാണുന്നത്. അവരുടെ അഭിപ്രായവും വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലെ ഫ്രെഡ് ആൻഡേഴ്സൺ കണ്ടപ്പോൾ കടുവയുടെ വലിപ്പം അദ്ദേഹം വിവരിച്ച് നൽകിയത് ഒരു പോണിയുടെ വലിപ്പമുണ്ടെന്നാണ്. എന്നാൽ വിഷ് വീഡി പറഞ്ഞത് അതിനൊരു കഴുതയുടെ വലിപ്പമുണ്ടെന്നാണ്. ഇവർ രണ്ടുപേരും രണ്ട് രീതിയിലാണ് പറഞ്ഞതെങ്കിലും കേട്ടുനിന്നവർക്ക് ഒരു കാര്യം മനസ്സിലായി. കടുവ ഒത്ത വലിപ്പമുള്ള ഒരു ആൺകടുവയാണെന്ന്. അങ്ങനെ ശൈത്യകാലം വരികയും പോവുകയും ചെയ്തു. പല പ്രാവശ്യവും നിരവധി പരാജയപ്പെട്ട ശ്രമങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, അവിടെ നടന്നിട്ടുമുണ്ട്. പക്ഷേ ആർക്കും ബാച്ചിലറെ കൊല്ലാൻ കഴിഞ്ഞില്ല. ജിം കോർബറ്റ് തൻ്റെ സുഹൃത്തായ വിദമിനെ പറ്റി അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യയിൽ ഒരു കടുവയെ അദ്ദേഹത്തോളം മനസ്സിലാക്കിയ മറ്റൊരാൾ ഇല്ല എന്ന്. ആ കടുവ താവളമാക്കിയ മലയിടക്കിന് മുകളിലൂടെ ഒരു ഫയർ ലൈൻ കടന്നു പോകുന്നുണ്ട്. ഫയർ ലൈൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ഒരു ആനയുടെ കഥ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ എന്താണ് ഫയർ ലൈൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ അതൊന്ന് പോയി കേൾക്കുക. അതിൽ ഫയർ ലൈൻ എന്താണെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെയുള്ള ഫയർ ലൈനിലൂടെ അദ്ദേഹം നടന്നു പോകുകയായിരുന്നു, അതായത് ജിം കോർബറ്റ്. അപ്പോൾ അവിടെ വെച്ച് കടുവയുടെ കാൽപ്പാടുകൾ കാണുവാൻ അദ്ദേഹം ഇടയായി. അങ്ങനെ കണ്ട കാൽപ്പാടുകൾ കാണിക്കുവാൻ വേണ്ടി വിദമിനെ അവിടേക്ക് കൊണ്ടുവന്നു. വിദം ഒറ്റയ്ക്കായിരുന്നില്ല അവിടേക്ക് എത്തിയത്. അദ്ദേഹം അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം വിശ്വസ്തരായ 2 വേട്ടക്കാർ കൂടി ഉണ്ടായിരുന്നു. വിദം അവിടേക്ക് എത്തുകയും അവിടെ കണ്ട കാലടയാളങ്ങൾ നല്ലപോലെ പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷം അതിൻ്റെ നീളം അദ്ദേഹം പരിശോധിച്ചു. അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചത് ആ കടുവയ്ക്ക് ഏകദേശം 10 അടിയോളം നീളമുണ്ടെന്നാണ്. വിദ്ദിൻ്റെ കൂടെ അവിടേക്ക് വന്ന 2 വേട്ടക്കാരും വിദ്ദും ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു. അവർ ഇതുവരെയും ഇത്രയും വലിപ്പമുള്ള ഒരു കടുവയെ കണ്ടിട്ടില്ല എന്ന്. 1930 ആയതോടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വനത്തിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. അതായത് ആ കടുവയെ കണ്ടുപിടിക്കുവാനുള്ള പ്രവർത്തനം ഊർജിതമാക്കി. നിരവധി തവണ ആ മലയിടുക്കിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ വന്നെത്തിയതോടെ ആ കടുവയ്ക്ക് അവിടെ ഇരിക്കുവാൻ അസ്വസ്ഥത നേരിടേണ്ടി വന്നു. അതായത് അത് സുരക്ഷിതമല്ല എന്ന് അതിന് തന്നെ ബോധ്യപ്പെട്ടു. അങ്ങനെ ആ മലയിടുക്ക് ഉപേക്ഷിച്ച് മറ്റെവിടേക്കോ അവൻ പോയിരുന്നു. കോർബറ്റ് ഈ വിവരം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നല്ലേ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഹണ്ടിങ്ങിന് വേണ്ടി ഒരു പാസ് ലഭിക്കും. 15 ദിവസത്തേക്കാണ് ആ പാസ് അനുവദിച്ച് നൽകുക. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പക്കൽ നിന്നും 15 ദിവസത്തേക്ക് പാസ് എടുത്തുകൊണ്ട് വനത്തിലേക്ക് ആ കടുവയെ വേട്ടയാടാൻ പോയ 2 വേട്ടക്കാരിൽ നിന്നുമാണ് കോർബറ്റ് ഈ വിവരം അറിയുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റൊരു വിവരം കൂടി അദ്ദേഹം അറിഞ്ഞു. ഇങ്ങനെ ഹണ്ടിങ് പാസ് എടുത്തുകൊണ്ട് പല പാർട്ടികളും, അതായത് പല വേട്ടക്കാരുടെ ചെറിയ ചെറിയ സംഘങ്ങളും പവൽഗഡിലെ ബാച്ചിലർ എന്നറിയപ്പെടുന്ന ആ കടുവയെ തേടിയിറങ്ങി. മുന്നേ എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ പോയവർക്കും സംഭവിച്ചത്. ആ കടുവയെ ഒന്ന് കാണുവാൻ പോലും അവർക്കാർക്കും സാധിച്ചില്ല. ശൈത്യകാലത്തിൻ്റെ അവസാന സമയം. ദിവസവും രാത്രിയിൽ 7 മൈൽ സഞ്ചരിച്ചുകൊണ്ട് മലയിറങ്ങി സമുദ്രത്തിലേക്ക് ഒരാൾ സഞ്ചരിക്കാറുണ്ടായിരുന്നു, ഡാർക്ക് റണ്ണർ. കോർബറ്റിൻ്റെ വീടിന് മുന്നിലൂടെയായിരുന്നു അദ്ദേഹം കടന്നു പോകാറുള്ളത്. ഒരു ദിവസം തിരികെ മടങ്ങുന്നതിനിടയിൽ
കോർബറ്റിൻ്റെ വീടിന് മുന്നിൽ അദ്ദേഹം നിൽക്കുകയും കോർബറ്റിനോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് കോർബറ്റിനോട് അയാളൊരു വിവരം പറയുന്നത്. രാവിലെ ഇവിടേക്ക് വരുന്ന വഴിയിൽ ഞാൻ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു. അതൊരു കടുവയുടെ കാലടയാളമായിരുന്നു. 30 വർഷമായി ഞാൻ ഈ വഴിയിൽ സഞ്ചരിക്കുന്നു. ഇതിനു മുന്നേ ഒന്നും ഞാൻ ഇത്രയും വലിയ കടുവയുടെ കാലടയാളങ്ങൾ കണ്ടിട്ടില്ല. കടുവ പടിഞ്ഞാറ് ദിശയിൽ നിന്നും റോഡിലൂടെ ഏകദേശം 200 വാര സഞ്ചരിച്ചു. എന്നിട്ട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞുപോയി. നിങ്ങൾക്കറിയാം കോർബറ്റ്, ആ കടുവ നടന്നു പോയത് ഒരു വലിയ ബദാം മരത്തിൻ്റെ ചുവട്ടിൽ കൂടിയായിരുന്നു. അതെ, കോർബറ്റിന് ആ മരം നല്ലപോലെ അറിയാം. അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 2 മൈൽ സഞ്ചരിക്കുമ്പോൾ ആ ബദാം മരം കാണുവാൻ സാധിക്കും. 2 മൈൽ അകലെയുള്ള കോർബറ്റിൻ്റെ വീടിൻ്റെ ഒരു പ്രധാന അടയാളവും, അതായത് ലാൻഡ് മാർക്കും ആ ബദാം മരമാണ്. അവിടുത്തെ കാടിൻ്റെ ഓരോ ചലനവും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കോർബറ്റിന് ഒരു കാര്യം അതോടെ ബോധ്യപ്പെട്ടു. കടുവ തിരഞ്ഞെടുത്ത വഴി നിബിഡ വനത്തിലൂടെ കടന്നു പോകുന്ന ഒരു അരുവിയിലേക്കാണ്. അവിടെ നിന്നും കാളികൾ നടന്നു പോകുന്ന ഒരു കന്നുകാലി പാതയുണ്ട്. അതിനുശേഷം കടുവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു വനപ്രദേശത്തിലേക്കുമാണ് കടുവ ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. ആ കഥകളെല്ലാം കേട്ട കോർബറ്റ് പിറ്റേ ദിവസം തന്നെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നായയായ റോബിനെയും എടുത്തുകൊണ്ട് അവിടേക്ക് യാത്ര തിരിച്ചു. റോബിൻ ആരായാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോബിൻ കോർബറ്റിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്തു നായയാണ്. അതൊരു ഹണ്ടിങ് ഡോഗാണ്. കോർബറ്റിൻ്റെയും ആ നായയുടെയും കഥ നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ഐക്കണിലും കൊടുത്തേക്കാം. അങ്ങനെ ജിം കോർബറ്റ് റോബിൻ എന്ന തൻ്റെ നായയും എടുത്തുകൊണ്ട് അവിടേക്ക് യാത്ര തിരിച്ചു. അതായത് ആ കടുവ പോയിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ആ ഭാഗത്തേക്ക്. ജിം കോർബറ്റും തൻ്റെ പ്രിയപ്പെട്ട നായയും പോകുന്നത് കന്നുകാലി പാതയിലൂടെയാണ്. ആ പാത തിരഞ്ഞെടുക്കുവാനും അദ്ദേഹത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അവിടെ പൊടി നിറഞ്ഞ ഒരു പാതയായതുകൊണ്ട് തന്നെ ഏതൊരു മൃഗത്തിൻ്റെയും പക് മാർഗുകൾ ട്രാക്ക് ചെയ്തു പോകുവാൻ വളരെ എളുപ്പമാണ്. അതിനാലാണ് അദ്ദേഹം അവിടെ കൂടി യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചത്. വലിയൊരു ദൗത്യത്തിനാണ് പോകുന്നതെന്ന് റോബിന് മനസ്സിലായിരുന്നു. വഴിയിൽ കാട്ടുകോഴികളെയും കാക്കർമാനുകളെയും കണ്ടു. അവൻ അവിടേക്ക് ശ്രദ്ധ ചെലുത്തിയില്ല. അവൻ്റെ മുന്നിൽ കൂടി 2 കേഴമാനുകൾ വരെ പോയി. 2 വട്ടം അത് അലാറം ശബ്ദങ്ങൾ മുഴക്കുകയും ചെയ്തു. റോബിൻ അവിടേക്ക് ശ്രദ്ധിച്ചത് പോലുമില്ല. അവന് നല്ലപോലെ അറിയാം അവനിപ്പോൾ വലിയൊരു മൃഗത്തിന് പിന്നാലെയാണെന്നും ചെറിയ മൃഗത്തിന് വേണ്ടി അവൻ്റെ സമയം കളയുവാൻ ഇല്ല എന്നും. കന്നുകാലി പാതയിൽ മണ്ണും കല്ലും നിറഞ്ഞതായിരുന്നു. മൃഗങ്ങളുടെ കുളമ്പടികൾ കൊണ്ട് ആ സ്ഥലം കടുപ്പമേറിയതായി കഴിഞ്ഞിരുന്നു. കല്ലുകൾക്കിടയിലൂടെ റോബിൻ തൻ്റെ മൂക്ക് വെച്ച് മണത്തു. എന്നിട്ട് അവൻ തലയുയർത്തി കോർബറ്റിനെ ഒന്ന് നോക്കി. അതിൻ്റെ അർത്ഥം ഇതാണ്: യജമാനെ വരൂ, എനിക്ക് അവൻ്റെ മണം കിട്ടിയിരിക്കുന്നു. റോബിൻ പതിയെ ഒരു വാരം മുന്നിലേക്ക് നടന്നു. കോർബറ്റ് അവൻ്റെ പിന്നാലെയും. ആ നടത്തത്തിൽ തന്നെ കോർബറ്റിൻ്റെ കാര്യം മനസ്സിലായിരിക്കുന്നു. അവന് എവിടെ നിന്നോ പുതിയൊരു മണം ലഭിച്ചിരിക്കുന്നു. അതെ, അത് കടുവയുടെ ഗന്ധം തന്നെയാണ്. അങ്ങനെ റോബിനെ പിന്തുടർന്നുകൊണ്ട് ഏകദേശം 100 വാര കോർബറ്റ് മുന്നിലേക്ക് പോയി കാണും. അങ്ങനെ 100 വാര പിന്നിട്ടപ്പോഴേക്കും റോഡിൻ്റെ ഘടനയും മാറി. ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്ന പാതയ്ക്ക് നേരത്തെ നടന്ന പാതയേക്കാൾ നല്ല വീതിയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മണ്ണ് അല്പം മൃദുവുമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം കോർബറ്റിന് ആ കടുവയുടെ കാലടയാളങ്ങൾ അവിടെ വെച്ച് കാണുവാൻ സാധിച്ചത്. അവിടെ കണ്ട കാലടയാളങ്ങൾ കോർബറ്റ് വിശാലമായി തന്നെ ഒന്ന് പരിശോധിച്ചു. അതെ, ഇത് ഞങ്ങൾ തേടുന്ന പവൽഗഡിലെ ബാഷറൽ കടുവയുടേത് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളിൽ നിന്നും 2-3 മിനിറ്റ് വ്യത്യാസത്തിൽ അവൻ ഈ പാതയിൽ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോർബറ്റും റോബിനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ മൃദുവായ നിലം കഴിഞ്ഞാൽ ഏകദേശം 300 വാര അകലെ വരെ കല്ലുകൾ നിറഞ്ഞ പാതയാണ്. അതിനുശേഷം ആ വഴി താഴേക്കിറങ്ങുകയും അത് പിന്നീട് ഒരു സമതലത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അതൊരു തുറന്ന സ്ഥലമാണ്. കടുവ അതിൻ്റെ സാധാരണ നടത്തം തുടരുകയാണെങ്കിൽ ഈ തുറന്ന സ്ഥലത്ത് വെച്ച് അവനെ എനിക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അവർ അവരുടെ നടത്തം തുടർന്നു. 9 വാര കൂടി മുന്നിലിട്ട് ചെന്നപ്പോൾ റോബിൻ അവിടെ നിന്നു. അവിടെ ഇവിടെയായി അവൻ മണത്തു തുടങ്ങി. എന്നിട്ട് അവൻ ഇടത്തേക്ക് നോക്കി. അവിടെ ഏകദേശം 2 അടി ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുണ്ടായിരുന്നു. റോബിൻ ആ പുല്ലിലേക്ക് കയറി. പൊതുവെ കടുവകൾക്ക് ഇഷ്ടപ്പെട്ട വാട്ട് എന്ന ചെടിയായിരുന്നു അത്. എന്നാൽ 2 അടി തൊട്ട് 5 അടി വരെ ഉയരമുള്ള ആ കുറ്റിക്കാടുകൾക്കിടയിൽ റോബിന് മുന്നോട്ട് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ കുറച്ച് സമയം കൂടി അവിടെ ഇവിടെയായി നടന്നിട്ട് കോർബറ്റിൻ്റെ അരികിലേക്ക് തിരികെ എത്തി. എന്നിട്ട് യജമാനനെ ഒന്ന് നോക്കി.
അതിന് ഒരർത്ഥം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് മുന്നിലേക്കുള്ള പാത കാണുവാൻ കഴിയുന്നില്ല യജമാൻ. അവനെ ഒന്നെടുത്തുയർത്താമോ എന്നതായിരുന്നു ആ നോട്ടത്തിലുണ്ടായിരുന്നത്. കോർബറ്റ് റോബിൻ്റെ പിൻകാലുകൾ തൻ്റെ ഇടത് പോക്കറ്റിലേക്ക് വെച്ചു. റോബിൻ തൻ്റെ മുൻകാലുകൾ കോർബറ്റിൻ്റെ തോളിൽ വെച്ച് സുരക്ഷിതനായിരുന്നു. ഇതോടെ അവന് വ്യക്തമായി മുന്നിലേക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കോർബറ്റിൻ്റെ 2 കൈകളും തോക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി സജ്ജമായി. മുൻപും നിരവധി തവണ റോബിൻ ഇങ്ങനെ സഹായകരമായി നിന്നിട്ടുണ്ട്. അവൻ ഒരിക്കലും കോർബറ്റിൻ്റെ കാഴ്ചയ്ക്ക് മറവുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടോ ഇല്ല. കോർബറ്റ് കുറ്റിക്കാടുകൾക്കിടയിലൂടെ പകുതി ദൂരം ചെന്നപ്പോൾ മുന്നിലത്തെ ചെടികൾ അനങ്ങുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ നടത്തെ അവിടെ അവസാനിപ്പിച്ച് കുറച്ചു നേരം കാത്തുനിന്നു. അപ്പോഴേക്കും ആ അനക്കം പൂർണ്ണമായും അവസാനിച്ചു. അതിനർത്ഥം കടുവ അവിടെ നിന്നും വീണ്ടും മുന്നിലേക്ക് പോയി എന്ന് തന്നെയാണ്. അനക്കം പൂർണ്ണമായും അവസാനിച്ചപ്പോൾ കോർബറ്റ് ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇവിടുത്തെ ഈ തുറന്ന സ്ഥലത്ത് വെച്ച് ആ ബാച്ചിലർ കടുവയെ കാണാൻ കഴിയുമെന്നായിരുന്നു കോർബറ്റ് കണക്ക് കൂട്ടിയിരുന്നത്. റോബിനെ അദ്ദേഹം പതിയെ താഴേക്ക് വെച്ചു. റോബിൻ അവിടെ ഇവിടെയായി മണത്തു നടന്നു. എന്നിട്ട് റോബിൻ ഇടത്തേക്ക് തിരിഞ്ഞു നിന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: കടുവ ഇപ്പോൾ പോയിരിക്കുന്നത് ഇടതുവശത്തേക്കാണ്. ആ പാത ഇപ്പോൾ ചെന്ന് അവസാനിക്കുന്നത് ദൂരെയുള്ള ഒരു മലയിടുക്കിലേക്കും. അതായത് കടുവ ഇപ്പോൾ പോയിരിക്കുന്നത് ആ മലയിടുക്കിലേക്കാണ്. ഈ മലയിടുക്ക് ഒരു കുന്നിൻ്റെ അടിവാരത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇതിൽ ധാരാളം ഗുഹകളുണ്ട്. കടുവകൾക്ക് എപ്പോഴും സുരക്ഷിതമായി വിശ്രമിക്കുവാൻ കഴിയുന്ന അത്രയും ഒളിത്താവളങ്ങളും അവിടെ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ സമയം കോർബറ്റ് നേരിടുന്ന പ്രശ്നം അതായിരുന്നില്ല. കോർബറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിനെ പറ്റിയായിരുന്നു കോർബറ്റ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. തൻ്റെ കയ്യിരിക്കുന്ന തോക്കിന് കടുവയെ അടുത്തു നിന്ന് നേരിടുവാൻ അത് പ്രാപ്തമായിരുന്നില്ല. ഇനിയും ഈ വഴി മുന്നിലേക്ക് പോകുകയാണെങ്കിൽ ഉറപ്പായും മുഖാമുഖം ആ കടുവയെ നേരിടേണ്ടായി വരും. കയ്യിരിക്കുന്ന തോക്ക് പ്രയോജനപ്പെടില്ല. അതുമാത്രമല്ല, കോർബറ്റിന് പ്രാതൽ കഴിക്കുവാനും സമയമായിരുന്നു. ഇനിയും ആ കടുവയെ തിരഞ്ഞ് മുന്നിലേക്ക് പോകണ്ട എന്ന് റോബിനും കോർബറ്റും തീരുമാനിച്ചു. അതോടെ ആ തിരച്ചിൽ അവിടെ അവസാനിപ്പിച്ച് അവർ തിരികെ ബംഗ്ലാവിലേക്ക് മടങ്ങി. ബംഗ്ലാവിൽ ചെന്ന് കോർബറ്റ് പ്രാതലെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഇത്തവണ അദ്ദേഹം റോബിനെ കൂട്ടിയിരുന്നില്ല. അതുമാത്രമല്ല, തൻ്റെ കൈവശം ഉണ്ടായിരുന്നത് 450 റൈഫിലായിരുന്നു. കുറച്ചുകൂടി ആ കടുവയെ അന്വേഷിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. അവിടെ അല്പസമയം അദ്ദേഹം നിന്നു. അതിനുശേഷം തൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന തോക്കെടുക്കുകയും റീലോഡ് ചെയ്യുകയും സേഫ്റ്റി ക്യാപ്പ് മാറ്റുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം കുന്നിൻ്റെ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. ഗൂർഖ ആക്രമണത്തെ നേരിടുവാൻ പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന ചരിത്രപരമായ ഒരു പ്രദേശം കൂടിയായിരുന്നു അത്. അങ്ങനെ വീണ്ടും കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ അവിടെ നിന്നും പോത്തിൻ്റെ ഒരു ശബ്ദവും പോത്തിൻ്റെ മണിയുടെ ശബ്ദവും ഒരാൾ അലറുന്ന ശബ്ദവും കേട്ടു. അവിടേക്ക് ചെന്ന കോർബറ്റ് കാര്യം അന്വേഷിച്ചു. അയാൾ പോത്തുകളെ മേയ്ക്കുകയായിരുന്നു. ഒരു ഇടയനായിരുന്നു അത്. ഈ ശബ്ദം വന്നത് കുന്നിൻ്റെ മുകളിൽ നിന്നാണ്. കുന്നിൻ മുകളിൽ പരന്ന ഏകദേശം 1/2 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ കോർബറ്റ് എത്തിച്ചേർന്നത്. അവിടെ എത്തിയതും തൻ്റെ കൈവശം സൂക്ഷിച്ചിരുന്ന കൈക്കോടാലി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കുറ്റിക്കാടുകളുടെ ചില്ലുകളും മറ്റും വെട്ടിമാറ്റി. അതിനുശേഷം അതുവഴി അദ്ദേഹം വീണ്ടും നടപ്പ് തുടങ്ങി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അയാൾ അലറുന്നുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ചുവട്ടിൽ ധാരാളം കന്നുകാലികൾ മേയുന്നതും കോർബറ്റിന് കാണുവാൻ കഴിഞ്ഞു. മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഒരാൾ മരത്തിൽ കയറി നിൽക്കുന്നു. അയാൾ ഉപയോഗിച്ചിരുന്ന കൈക്കോടാലിയെല്ലാം ഉപയോഗിച്ച് മരത്തിൻ്റെ ചില്ലകൾ വെട്ടുന്നു. അതിനുശേഷം അയാൾ വീണ്ടും താഴേക്കിറങ്ങുകയും ചുറ്റുപാടും ഒന്ന് നോക്കുകയും വീണ്ടും നടക്കുകയും ചെയ്തു. 2-3 ചൂടുകൾ വെച്ച ശേഷമാണ് ആ കാഴ്ച അയാൾ കണ്ടത്. അത് തന്നെക്കാൾ ഉയർന്നു വളർന്നു നിൽക്കുന്ന ഒരു വലിയ കുറ്റിക്കാടായിരുന്നു. അദ്ദേഹം തൻ്റെ നടത്തെ അവസാനിപ്പിച്ചു. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് ആ വലിയ മരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഇപ്പോഴും ആ ഇടയൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അവനോട് കാര്യം തിരക്കി. അപ്പോൾ അവൻ ആ കാര്യം പറയുവാൻ തുടങ്ങി. ജിം കോർബറ്റും റോബിനും തിരികെ ബംഗ്ലാവിലേക്ക് പോയി എന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ആ സമയത്ത് തന്നെ ആയിരിക്കാം ഇതും അരങ്ങേറിയത്. കന്നുകാലികളെ മേയിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ മുന്നിൽ നിന്നും ഈ കടുവ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് നേരെ ചാർജ് ചെയ്യുവാൻ തുടങ്ങിയതും. ആദ്യമൊക്കെ അയാൾ വിചാരിച്ചത് തന്നെ ആ കടുവ ഒന്നും ചെയ്യില്ല എന്നും ഇതൊരു കന്നുകാലി പിടിയനായ കടുവയാണെന്നുമാണ്. എന്നാൽ കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ മാറിയത് അങ്ങനെയല്ല.
അവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടുവ ചാർജ് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് അയാൾ നിലവിളിക്കുകയും അയാൾ തിരിഞ്ഞോടി അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയും ചെയ്തത്. മരത്തിൻ്റെ മുകളിലേക്ക് അഭയം പ്രാപിച്ച അയാളെ ആ കടുവ ഒന്നും തന്നെ ചെയ്തില്ല. എങ്കിലും മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി 2-3 തവണ അലറി ഉച്ചത്തിൽ ഗർജിച്ചു അയാളെ ഭയപ്പെടുത്തി അവിടെ തന്നെ ഇരുത്തി. പിന്നീട് ആ കടുവയുടെ കണ്ണുകൾ പോയത് അയാൾ അവിടേക്ക് മേയ്ക്കുവാൻ കൊണ്ടുവന്ന കന്നുകാലികളുടെ മുകളിലേക്കായിരുന്നു. അയാളുടെ കന്നുകാലിയുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഒരു കന്നുകാലിയെ തന്നെ ആ കടുവ ആക്രമിച്ചു. ഒറ്റയടിക്ക് അതിനെ നിലത്തിടുകയും കഴുത്തിലേക്ക് അതിൻ്റെ കൂർത്ത കോമ്പലുകൾ ഇറക്കുകയും ചെയ്തു. നിസ്സഹായതയോടെ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ആ കാഴ്ചയെല്ലാം കാണുവാൻ മാത്രമാണ്, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ച് കരയുവാൻ മാത്രമാണ് ആ ഇടയന് സാധിച്ചത്. തൻ്റെ കൈവശമുണ്ടായിരുന്ന കന്നുകാലികളിൽ വെച്ച് ഏറ്റവും വലിയ കന്നുകാലിയെ തന്നെയാണ് അവൻ കൊലപ്പെടുത്തിയത്. ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ട ശേഷവും പതിയെ ആ കടുവ അയാളിരുന്ന മരത്തിൻ്റെ താഴേക്ക് നടന്നു വരികയും മരത്തിലേക്ക് ചാടിക്കയറുവാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ആ കാഴ്ചയെല്ലാം കണ്ടതും അയാൾക്ക് ഉറപ്പായി മരത്തിൻ്റെ താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ആ കടുവ തന്നെയും കൊല്ലുമെന്ന്. വീണ്ടും വീണ്ടും ആ മരത്തിലേക്ക് നോക്കി 1-2 തവണ ആ കടുവ ഗർജിച്ചു അയാളെ വെല്ലുവിളിച്ചു. മരത്തിൻ്റെ താഴേക്ക് ഇറങ്ങി വാ, നിന്നെ കാണിച്ചു തരാം എന്ന മട്ടിലായിരുന്നു ആ കടുവ അവിടെ നിന്നിരുന്നത്. കാരണം ഇപ്പോൾ ആ കടുവ നിൽക്കുന്നത് അവൻ്റെ ടെറിട്ടറിയിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജിം കോർബറ്റിൻ്റെ കഥ അല്പം വലിയ കഥയായതുകൊണ്ട് നമ്മൾ ഈ കഥ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ അടുത്ത തവണ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുവാനും മറക്കല്ലേ. ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും.